എല്ലാവർക്കും നമസ്കാരം. കണക്കിന് തിയറി പോലെ പഠിക്കാവുന്ന ക്ലാസ്സിൻ്റെ ഒരു സെഷൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇതിൽ ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണ കണക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, താല്പര്യമില്ലാത്ത ആൾക്കാർ, പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കണ്ടേ എന്ന് വിചാരിക്കുന്ന ഒരു ഗ്രൂപ്പിന് വേണ്ടിയുള്ള ക്ലാസ്സാണ്. കാരണം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു താല്പര്യം ഉണ്ടാക്കുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു എന്ന് കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ ബേസിക് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എനിക്ക് ഉറപ്പാണ് അപ്പോൾ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാലും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടാവില്ല. കാരണം ബേസിക് കാര്യങ്ങൾ ആരും അധികം പഠിക്കാതെയാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിലേക്ക് കിടക്കുക. ഇതൊരു ചോദ്യോത്തര ഫോർമാറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 10 അടിസ്ഥാനമാക്കിയ സംഖ്യാ സമ്പ്രദായം ഏതാണ്? 10. 2 ദശാംശ സംഖ്യാ സമ്പ്രദായം എന്ന് വിളിക്കുന്ന സംഖ്യാ സമ്പ്രദായത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? 3 2 അടിസ്ഥാനമാക്കിയ സംഖ്യാ സമ്പ്രദായം ഏതാണ്? ഏതൊക്കെയാണ് ആ 2 നമ്പറുകൾ? 2 അടിസ്ഥാനമാക്കിയ എന്ന് പറഞ്ഞാൽ 2 ഉണ്ടാവില്ല, അത് ഏതൊക്കെയാണ്? 4 ഹെക്സാ ഡെസിമൽ സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാനം ഡാഷാണ്, ബേസ് എന്ന് പറയുന്നത്. ഹെക്സാ ഡെസിമൽ സമ്പ്രദായത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 5 ഒന്നിൽ നിന്ന് ആരംഭിക്കുന്ന പൂർണ്ണ സംഖ്യകളെ എന്ത് വിളിക്കുന്നു? ഒന്നിൽ നിന്ന് ആരംഭിക്കുന്ന സംഖ്യകളെ എന്താണ് വിളിക്കുക? നമ്പർ സ്റ്റാർട്ടിങ് ഫ്രം 1 എന്താ വിളിക്കുക? 6 ഒരു സംഖ്യക്ക് 2ൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ ആ സംഖ്യയെ എന്ത് വിളിക്കുന്നു? 7 ഡാഷ് സംഖ്യകൾക്ക് ഒന്നും അതേ സംഖ്യയും മാത്രമായിരിക്കും ഘടകങ്ങളായി ഉണ്ടാവുക. ഡാഷ് സംഖ്യകൾക്ക്, ഈ പ്രത്യേകിച്ചുള്ള സംഖ്യകൾക്ക് ഒന്നും അതേ സംഖ്യയും മാത്രമായിരിക്കും ഘടകങ്ങളായി ഉണ്ടാവുക. 8 ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏത്? അഭാജ്യ സംഖ്യ ഏറ്റവും ചെറുത് ഏത്? അഭാജ്യ എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പേഴ്സ്. 10 മുതൽ 20 വരെയുള്ള അഭാജ്യ സംഖ്യകൾ ഏതൊക്കെ? അപ്പോൾ നമുക്ക് മനസ്സിലാവും കോൺസെപ്റ്റ് ക്ലിയർ ആയോ ഇല്ലയോ എന്നുള്ളത്. 10 എണ്ണൽ സംഖ്യകളോടൊപ്പം 0 ചേരുമ്പോൾ അവയെ ഡാഷ് സംഖ്യകളെന്ന് വിളിക്കുന്നു. ഇത്രയും ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ എത്ര എണ്ണം ഉത്തരം നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് എല്ലാവർക്കും ചിലപ്പോൾ എല്ലാം കിട്ടിയിട്ടുണ്ടാവും. ചിലർക്ക് ഈ പറയുന്ന എല്ലാ കോൺസെപ്റ്റും അറിയെങ്കിലും ഇന്ന പേരിലാണ് ഇതൊക്കെ എന്നുള്ളത് ചിലപ്പോൾ അറിയില്ലായിരിക്കും. 10 അടിസ്ഥാനമാക്കിയ സംഖ്യാ സമ്പ്രദായം എന്ന് പറയുന്നത് ഇൻഡോ അറേബ്യൻ അഥവാ ദശാംശ സംഖ്യാ സമ്പ്രദായമാണ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടി. ദശാംശ സംഖ്യാ സമ്പ്രദായം എന്ന് പറയുന്നത് ഇന്ന് വിളിക്കുന്നത് ഏതിനെയാണെന്ന് ചോദിച്ചാൽ ഇൻഡോ അറേബ്യൻ ആണ്. ഇൻഡോ അറേബ്യൻ, മറ്റൊരു പേര് എന്ന് പറയുന്നത് ഇൻഡോ അറേബ്യൻ ആണ്. 3 2 അടിസ്ഥാനമാക്കിയ സംഖ്യാ സമ്പ്രദായം ഏതാണ്? ബൈനറിയാണ്. ബൈനറി. ഇതിൽ 2 എണ്ണം എന്ന് പറയുന്നത് എന്താ? 0ഉം 1ഉം ആണ്. ബൈനറിക്ക് 0ഉം 1ഉം ആണ്. ഹെക്സാ ഡെസിമൽ സമ്പ്രദായത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് 16 16 ആണ് ഹെക്സാ ഡെസിമൽ സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാനം. 1ൽ നിന്ന് ആരംഭിക്കുന്ന പൂർണ്ണസംഖ്യകളെ എന്ത് വിളിക്കുന്നു? 1ൽ നിന്ന് ആരംഭിക്കുന്ന സംഖ്യകൾ 1 2 3 ടു ഇൻഫിനിറ്റി എന്താ വിളിക്കുക? നാച്ചുറൽ നമ്പേഴ്സ്, അല്ലെങ്കിൽ എന്താ എണ്ണൽ സംഖ്യകൾ എന്ന് വിളിക്കും അല്ലേ? എണ്ണൽ സംഖ്യകൾ. അപ്പോൾ 1ൽ നിന്ന് ആരംഭിക്കുന്ന പൂർണ്ണസംഖ്യകളെ എന്ത് വിളിക്കുന്നു? എണ്ണൽ സംഖ്യ അഥവാ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിളിക്കും. ഒരു സംഖ്യയ്ക്ക് 2ൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ, 2 ഫാക്ടർ, ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സാണ്, ആ സംഖ്യ എന്ത് വിളിക്കുന്നു? കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയും. കോമ്പോസിറ്റ്, ഭാജ്യ സംഖ്യകൾ. ഭാജ്യ സംഖ്യകൾ. അപ്പോൾ ഒന്നും അതേ സംഖ്യയും ഘടകങ്ങളായുള്ള സംഖ്യകൾ എന്ത് വിളിക്കുന്നു? ഡാഷ് സംഖ്യകൾക്ക് ഒന്നും അതേ സംഖ്യയും മാത്രമായിരിക്കും ഘടകങ്ങളായിട്ടുണ്ടാവുക. അതിനിപ്പോൾ എന്താ പറയുക? പ്രൈം നമ്പേഴ്സ് അല്ലേ? അഭാജ്യ സംഖ്യകൾ. അഭാജ്യ സംഖ്യകൾ. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാണ്? 3 ആണോ 2 ആണോ? 2 ആണ് അല്ലേ? അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത്, പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതും ഒന്നും അതേ നമ്പറും തന്നെ ഫാക്ടേഴ്സായി വരണം അല്ലേ? ഘടകങ്ങളായിട്ട് വരണം, അതല്ലേ പ്രൈം നമ്പർ. അപ്പോൾ 2 എടുത്തു കഴിഞ്ഞാൽ 2ൻ്റെ ഇതൊക്കെ എന്താണ്? ഫാക്ടേഴ്സാണ്. 2 × 1 അല്ലേ? അതായത് 2ൻ്റെ ഫാക്ടർ അല്ലെങ്കിൽ ഘടകം എന്ന് പറയുന്നത് എന്താണ്? 1 അതേ നമ്പർ 2ഉം പിന്നെ 1ഉം. അത് തന്നെയല്ലേ നമ്മൾ ഇതിന് ഡെഫിനിഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 1ഉം അതേ സംഖ്യയും മാത്രമായിരിക്കും ഘടകങ്ങളെന്ന്. ഇപ്പോൾ ഇതിൽ ഘടകങ്ങളായിട്ടുള്ള 2 എന്ന് പറഞ്ഞാൽ 2ഉം 1ഉം അല്ലേ? 2ഉം 1ഉമാണ് ഘടകങ്ങൾ. അപ്പോൾ
2 എന്ന് പറഞ്ഞാൽ അതേ സംഖ്യയാണ്. 1 എന്ന് പറയുന്നത് നമ്മൾ ഡെഫിനിഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേ സംഖ്യ അതുപോലെ തന്നെ 1 മാത്രമായിരിക്കണം ഘടകങ്ങൾ. അതാണ് പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? 2 അല്ലേ? 9. 10 മുതൽ 20 വരെയുള്ള അഭാജ്യ സംഖ്യകൾ ഏതൊക്കെ? 10 മുതൽ 20 വരെയുള്ള നമ്പറുകളിൽ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 10 ആണോ? 11 ആണോ? 13, 17, 19. ഇതിൽ എത്ര ഫാക്ടേഴ്സ് വീതമുണ്ട് ഓരോന്നിനും? 11-ന് 1ഉം 11ഉം അല്ലേ? 13-ന് 1ഉം 13ഉം, 17-ന് 1ഉം 17ഉം, 19-ന് 1ഉം 19ഉം. അല്ലാതെ ഇത് വേറെ ഫാക്ടേഴ്സ് ഉണ്ടോ? ഇതിന് ഘടകങ്ങളുണ്ടോ? ഇതല്ലേ അഭാജ്യ സംഖ്യകളുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. പ്രൈം നമ്പറിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ആ നമ്പറും 1ഉം ആയിരിക്കണം ഘടകങ്ങൾ. 13 ആണെങ്കിൽ 13 എന്ന് പറഞ്ഞ നമ്പറും 1ഉം ആണ് ഘടകം, മറ്റൊരു ഘടകവുമില്ല. 17 ആണെങ്കിൽ 17ഉം 1ഉം ആണ് ഘടകം. 19 ആണെങ്കിൽ 19ഉം 1ഉം ആണ് ഘടകം. അതുപോലെ 7 ആണെങ്കിൽ 7ഉം 1ഉം ആണ് അല്ലേ? 21 അങ്ങനെയാണോ? അല്ല. കാരണം എന്താണ്? 21-ന് 7ഉം 3ഉം ഒക്കെ ഇല്ലേ? നേരെ മറിച്ച് 23-നോ? 23ഉം 1ഉം മാത്രമായിരിക്കും ഘടകങ്ങൾ. അപ്പോൾ 23 എന്ന് പറയുന്നത് ആ നമ്പറും 1ഉം മാത്രമാണ് ഘടകങ്ങൾ. ഇതാണ് അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ 2. 10 മുതൽ 20 വരെയുള്ളതിൽ 4 13, 11, 13, 17, 19 4 എണ്ണാണുള്ളത്. ഇത്രയും നമ്പേഴ്സാണെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ 10 എണ്ണൽ സംഖ്യകളോടൊപ്പം 0 ചേരുമ്പോൾ അവയെ ഡാഷ് സംഖ്യകൾ, അഖണ്ഡ സംഖ്യകൾ എന്ന് വിളിക്കുന്നു. ഹോൾ നമ്പേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ 0, 1, 2 ടു ഇൻഫിനിറ്റിയാണ് എന്ത്? ഹോൾ നമ്പർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഗുണം ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഇത് വളരെ എളുപ്പമല്ലേ, ഇതൊക്കെ എന്തിനാണ് പറയുന്നത്? പക്ഷേ ഇപ്പോൾ എണ്ണൽ സംഖ്യകളുടെ തുക വേണം എന്ന് പറയുമ്പോൾ എന്താണ് എണ്ണൽ സംഖ്യ എന്ന് ആദ്യം അറിയണ്ടേ? അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ തുക ചോദിക്കും. അപ്പോൾ എണ്ണൽ സംഖ്യ എന്താണെന്ന് ആദ്യം അറിയണം. അതുപോലെ തന്നെ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത് എന്താണ്? ആദ്യം ആ ചോദ്യത്തിൽ അഭാജ്യ സംഖ്യ എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ ഇത് ഞാൻ വീണ്ടും പറയുകയാണ്. തീരെ മാത്സിനോട് താല്പര്യമില്ലാത്തവർക്ക് കുറേ കാര്യങ്ങൾ ബേസിക്സ് പറഞ്ഞു കൊടുക്കുന്നൊരു ക്ലാസ്സാണ്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ടേക്ക് കെയർ.